ഒരു കെട്ടുകഥയുടെ ദൃശ്യാവിഷ്കാരം ആയിട്ട് പോലും സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ചിത്രമായിരുന്നു രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി. അതിനൂതന ഗ്രാഫിക്സും ബോറടിപ്പിക്കാത്ത കഥ പറയാനുള്ള കഴിവും രാജമൗലിക്ക് സ്വതസിദ്ധമാണ്. ബാഹുബലി ബ്രഹ്മാണ്ഡ ചിത്രമെങ്കിൽ ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തെ അത്യുജ്വലം എന്ന് വേണം പറയാൻ. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്ന ബാഹുബലിയുടെ ആദ്യ ഭാഗം പ്രേക്ഷക മനസ്സിലേക്ക് എറിഞ്ഞു കൊടുത്ത ചോദ്യത്തിന്റെ ഉത്തരത്തെക്കാൾ ഏറെ മുകളിലാണ് രണ്ടാം ഭാഗം പ്രേക്ഷകർക്കായി കാഴ്ചവെക്കുന്ന ദൃശ്യവിരുന്ന്. ബാഹുബലി ഒന്നാം ഭാഗത്തിനേക്കാൾ അഭിനയ മികവ് കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നുണ്ട് പ്രഭാസും സത്യരാജും റാണയും എല്ലാം. അനുഷ്ക എന്ന നടിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി ദേവസേന എന്ന കഥാപാത്രത്തെ വിശേഷിപ്പിക്കാം. തന്റെ അഭിനയ മികവുകൾ പുറത്തെടുക്കുന്നതിൽ അനുഷ്ക പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. രമ്യാകൃഷ്ണനും നാസറും തങ്ങളുടെ കഥാപാത്രത്തോട് 100% നീതി പുലർത്തുന്ന അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹാസ്യത്തിനും പ്രാധാന്യം നൽകിയിരിക്കുന്ന ചിത്രത്തിൽ സത്യരാജ് ആ ഭാഗം അതിന്റെ തനിമയോടെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ആദ്യ ഭാഗത്തിൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ തമന്നയ്ക്ക് രണ്ടാം ഭാഗത്തിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ തക്ക അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അമരേന്ദ്ര ബാഹുബലിയെ ചതിച്ചു കൊന്ന ബല്ലാദേവനോട് മകൻ മഹേന്ദ്ര ബാഹുബലി പകരം വീട്ടുന്ന കഥയാണ് ബാഹുബലി. ബാഹുബലിയുടെ ജനനവും ജീവിതവുമെല്ലാം ആദ്യ ഭാഗത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അമരേന്ദ്ര ബാഹുബലിയെ കട്ടപ്പ കൊന്നതായി ബാഹുബലിയുടെ വളർത്തമ്മയായ സംഗയോട് പറയുന്നിടത്താണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് രണ്ടാം ഭാഗം തുടങ്ങുന്നതും. രാജമാതാ ശിവഗാമി എന്തുകൊണ്ട് മഹിഷ്മതിയുടെ രാജാവായി ഭല്ലയെ പിന്തള്ളി അമരേന്ദ്ര ബാഹുബലിയെ തിരഞ്ഞെടുക്കുന്നു എന്ന രഹസ്യത്തിലാണ് ബാഹുബലി 2 ശ്രദ്ധ പതിപ്പിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളുടെ എല്ലാം പ്രണയവും ഫ്ലാഷ് ബാക്കും ഒക്കെയായി സമയമെടുക്കുന്നതാണ് ആദ്യ പകുതിയെങ്കിൽ കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്ന വിശദീകരണത്തിൽ ആവേശം ഉയർത്തുന്നതാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം. ബാഹുബലിയെ കട്ടപ്പ കൊല്ലുന്നതിന്റെ കാരണം ഞെട്ടിക്കുന്നതാണ്. ഒരു വർഷമായി പ്രേക്ഷകർ ഊഹിച്ചു കൂട്ടിയ ക്ലൈമാക്സിനെ എല്ലാം തകർക്കുന്നതാണ് യഥാർത്ഥ ക്ലൈമാക്സ്. ബാഹുബലിയും പൽവാർ ദേവനും തമ്മിലുള്ള കിടിലൻ സംഘടന രംഗങ്ങളാണ് ചിത്രത്തിൽ ആരാധകരെ മുൾമുനയിൽ നിർത്തുന്ന മറ്റൊരു രംഗം. ബാഹുബലിയെ കട്ടപ്പ കൊന്നതിന്റെ രഹസ്യം നേരത്തെ അറിഞ്ഞാൽ തന്നെയും ആർക്കും മുഷിപ്പ് തോന്നാത്ത വിധമാണ് ബാഹുബലി ഒരുക്കിയിരിക്കുന്നത്. കീരവാണിയുടെ സംഗീതം തിയേറ്ററിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയേണ്ടതാണ്. സിനിമയെ അതിന്റെ പൂർണ്ണതയോടെ തന്നെ കാഴ്ചവെക്കാൻ വിഷ്വൽ ഗ്രാഫിക്സിലൂടെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മികച്ച അഭിനയ മുഹൂർത്തങ്ങളും പുത്തൻ സാങ്കേതിക വിദ്യയും ചേർന്ന ഒരു വിസ്മയമാണ് ബാഹുബലി 2. ലോക സിനിമയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലായിട്ട് കണക്കാക്കാവുന്ന ഈ സിനിമ ഇന്ത്യയിൽ നിന്നുള്ളതാണ് എന്നതിൽ അഭിമാനിക്കാം. സിനിമ കണ്ടവർക്ക് അഭിപ്രായങ്ങൾ കമന്റുകളായി ഇവിടെ രേഖപ്പെടുത്താം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.